Good morning, my dear students. Welcome to our next class of Management Theory and Practices. Okay, ഇന്നത്തെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മൊഡ്യൂൾ 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? മൊഡ്യൂൾ 5 ഞാൻ പറഞ്ഞിരുന്നു ഒരു ചെറിയ മൊഡ്യൂളാണ്. നമുക്കത് ഒരു 3 or 4 ക്ലാസ്സസിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണെന്നും ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മളത് മൊഡ്യൂൾ 2ൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് നമ്മൾ കയറുന്നത്. ആൻഡ് ലെറ്റ്സ് ഗോ ത്രൂ ദ ലാസ്റ്റ് ക്ലാസ്സിൽ കൂടി കടന്നു പോകുകയാണെങ്കിൽ നമ്മളതിൽ മെയിനായിട്ട് കുറച്ച് ഇൻട്രൊഡക്ഷൻ പഠിച്ചു. അതായത് മോഡേൺ പ്രാക്ടീസസ് ഇൻ മാനേജ്മെൻറ്റ്, അതായിരുന്നു നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് അല്ലേ? നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗം കുറച്ച് കാര്യമായിട്ട് നമ്മൾ പറഞ്ഞു പോയിരുന്നു. പിന്നെ അതിൽ നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റായിരുന്നു TQM അല്ലേ? ജപ്പാനീസ് ഫേംസുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഒരു വാട്ട് ഈസ് എന്നുള്ളത് പഠിച്ചു. അതിൻ്റെ ഒരു ഇവല്യൂഷൻ നമ്മൾ കണ്ടു. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി പ്രിൻസിപ്പിൾസ് ഓഫ് TQM. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഞാൻ സ്ലൈഡ്സുകളായിട്ട് ഇടും. അപ്പോൾ ടെക്സ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ഞാൻ സ്ലൈഡ്സുകൾ ഇടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ സ്ലൈഡ്സിൽ കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ ടെക്സ്റ്റിൽ ചിലത് വളരെ ഇങ്ങനെ ചെറുതാക്കി കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ടെക്സ്റ്റിലാണ് പ്രതിപാദിച്ച് പോകുന്നത്. പക്ഷേ ഞാൻ നോട്ടായിട്ട് നിങ്ങൾക്കുള്ളത് ദാറ്റ് ഈസ് വിൽ ബി ഷോൺ ഇൻ ദ സ്ലൈഡ്സ് ആയിട്ട് ഞാൻ കാണിക്കും. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ TQM എന്നുള്ളത് ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് കാര്യമായിട്ട് നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് നീക്കണം. TQMൻ്റെ ചില ടൂൾസുകളെ കുറിച്ചിട്ടും, പിന്നെ എന്താണ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് TQM ആൻഡ് വാട്ട് ആർ ദ ബാരിയേഴ്സ് ടു TQM ഇംപ്ലിമെൻറ്റേഷൻ. ഇത്രയും പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് വി ഹാവ് ടു കവർ. അപ്പോൾ ചിലപ്പോൾ 45 മിനിറ്റ്സിനേക്കാൾ കൂടി പോയാലും ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പകുതി വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നോക്കാം എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ TQM ഇംപ്ലിമെൻറ്റേഷൻ, ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റിംഗ് TQM ഇൻ ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ മാത്രമല്ല, ദാറ്റ് ഈസ് എവറിത്തിങ് ഇൻ എൻ ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് ദ മെത്തേഡ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് TQM അപ്രോച്ച് കെയിം ഫ്രം ദ ടീച്ചിങ്സ് ഓഫ് സച്ച് ക്വാളിറ്റി ലീഡേഴ്സ്. ചില ക്വാളിറ്റി ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് എന്ത് ഈ TQM അപ്രോച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അവരാണ് അത് പ്രതിപാദിച്ചു പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചില ആളുകളുടെ പേരുകളാണ് ഡെമിങ്, ജോസഫ് M. ജുറാൻ, ആർമൻ V. ഫിഗിൻബാങ് ആൻഡ് ഫിലിപ്പ് B. ക്രോസ്ബാങ്. അത്രയും പേരുടെ അപ്പോൾ ഇവരുടെ എന്നെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ, അതായത് അവർ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്താൽ വാട്ട് ഈസ് ദ റിസൾട്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ വേണ്ടി പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡെമിങ്സ് 14 പോയിൻറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞത് ആരായിരുന്നു, TQM അപ്രോച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പല ക്വാളിറ്റി ലീഡേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഡെമിങ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, DEMING. അപ്പോൾ ഞാനത് സ്ലൈഡായിട്ട് കാണിക്കും. നമ്മുടെ ടെക്സ്റ്റിലുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ ഒന്നുകൂടി സ്ലൈഡിൽ ഒന്നുകൂടി നല്ല നോട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറയണത്, എ കോർ കോൺസെപ്റ്റ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് TQM ഈസ് ഡെമിങ്സ് 14 പോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു 14 പോയിൻറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എ സെറ്റ് ഓഫ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ടു ഹെൽപ്പ് ദ കമ്പനീസ് ഇൻക്രീസ് ദെയർ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ക്വാളിറ്റി കൂട്ടാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അദ്ദേഹം ഒരു 14 പോയിൻറ്റ്സുകളാണ്. അപ്പോൾ അത് ഭയങ്കര ഡീറ്റെയിൽ ഒന്നുമില്ല, ആ പോയിൻറ്റ്സുകൾ അർത്ഥറിഞ്ഞ് നമ്മൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവ് കോൺസ്റ്റൻസി ഓഫ് പർപ്പസ് ഫോർ ഇംപ്രൂവിങ് പ്രോഡക്ട്സ് ആൻഡ് സർവീസ്. പ്രോഡക്ട്സുകളും സർവീസും, ചിലപ്പോൾ പ്രോഡക്ട്സുകളായിരിക്കാം, ചിലപ്പോൾ സർവീസുകളായിരിക്കാം. അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് എന്താണ്, ഒരു കോൺസ്റ്റൻസി, ഒരു സ്ഥിരത ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് നമുക്ക് TQM അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് മാറിയിട്ടുള്ളതല്ല, അതിൻ്റെ അത് ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സുകൾ ഇമ്പ്രൂവ് ചെയ്യുക, സർവീസുകൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻസി എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. സെക്കൻഡ് പറയുന്നത് അഡോപ്റ്റ് ദി ന്യൂ ഫിലോസഫി. ഈ TQM എന്ന് പറയുന്നത് ഒരു പുതിയത് എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മളത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഒരു സെക്കൻഡ് പോയിന്റ് അദ്ദേഹം പറയണത്. പിന്നെന്താണെന്നാണ് പറയുന്നത്, തേർഡ്, സീസ് ഡിപ്പെൻഡൻസ് ഓൺ ഇൻസ്പെക്ഷൻ ടു അച്ചീവ് ക്വാളിറ്റി.
സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ് മീനിങ്. അതായത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പോയിട്ട് എന്ത് ചെയ്യണ്ട, ഇൻസ്പെക്ഷൻ അതുമ്മ മാത്രം ആശ്രയിക്കരുത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ സൂപ്പർവൈസർ ഉണ്ടായിരിക്കും, സൂപ്പർവൈസർ പോയിട്ട് അത് എന്ത് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമെന്ന് പറയും. പക്ഷേ അതുമ്മ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഓക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും നോക്കുമ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അതുമ്മ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് നിർത്തുക. അപ്പോൾ അത് ആ ഇൻസ്പെക്ഷൻ അതുമ്മ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി ഉറപ്പാക്കൽ നിർത്തുക, അതാണ് നല്ലതെന്നാണ് ഈ ഡെമിങ്സ് പറയുന്നത്. പിന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, എൻഡ് ദ പ്രാക്ടീസ് ഓഫ് അവാർഡിങ് ബിസിനസ് ഓൺ പ്രൈസ് എലോൺ, ഇൻസ്റ്റെഡ് മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് ബൈ വർക്കിംഗ് വിത്ത് എ സിംഗിൾ സപ്ലയർ. അതായത് ഒരു കമ്പനി അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ഓക്കെ, അതിൻ്റെ പ്രൈസ് എന്താ പറയുക, നല്ല കുഴപ്പമില്ലാത്ത നല്ല പ്രൈസാണ് എന്നതിൻ്റെ ബേസിസിൽ ആ കമ്പനിക്ക് നമ്മളൊരു അവാർഡ് കൊടുക്കുകയാണ്. അതിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ, അതിൻ്റെ വില എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ ആ കമ്പനി നല്ലത്, അങ്ങനെ പറയൽ നിർത്തുക, അതാണ് പറയണത്. എൻഡ് ദ പ്രാക്ടീസ് ഓഫ് അവാർഡിങ് ബിസിനസ് ഓൺ പ്രൈസ് എലോൺ. പകരം എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഇൻസ്റ്റഡ് എങ്ങനെയുള്ള കമ്പനിക്കാണ് ഒരു അവാർഡ് കൊടുക്കേണ്ടത്, അതിൻ്റെ കോസ്റ്റ് കുറച്ച് കൊണ്ടുപോകുന്ന കമ്പനികൾക്ക്, ചിലവ് കുറയ്ക്കുന്ന കമ്പനികൾ, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. എൻ്റെ പ്രൈസ് കുറഞ്ഞ കമ്പനി നല്ല കമ്പനി, അതിൻ്റെ പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് കിട്ടുന്നത്, അങ്ങനെയാണെങ്കിൽ അത് നല്ല കമ്പനി എന്നുള്ളതല്ല അവിടെ വേണ്ടതെന്നാണ് പറയുന്നത്. പകരം എന്താണെന്നാണ് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനുള്ളൊരു ഒരു വഴി ഇദ്ദേഹം പറഞ്ഞു തരുന്നത് എന്താണ്, ഒരു സിംഗിൾ സപ്ലയറിന് മാത്രം. അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ സപ്ലയേഴ്സിൻ്റെ ഇത് വാങ്ങിക്കില്ലേ, അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ സ്ഥിരം കസ്റ്റമറായി, അതായത് കമ്പനി റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒരു സ്ഥിരം ആളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുക. നമ്മളല്ലേ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് ചില ഇളവുകൾ കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ ആ വഴിക്ക് നമ്മൾ കോസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക, അതാണ് നല്ലത് എന്നാണ് ഈ ഡെമിങ്സ് അദ്ദേഹത്തിൻ്റെ 14 പോയിൻറ്റ്സിൽ പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് അദ്ദേഹം പറയുന്നത് എന്താണ്, ഇംപ്രൂവ് കോൺസ്റ്റൻ്റ്ലി ആൻഡ് ഫോർ എവർ എവറി പ്രോസസ് ഓഫ് പ്ലാനിങ്, പ്രൊഡക്ഷൻ ആൻഡ് സർവീസസ്. പ്ലാനിങ്ങിൻ്റെ ആയാലും പ്രൊഡക്ഷൻ്റെ ആയാലും സർവീസിൻ്റെ ആയാലും എവറി പ്രോസസ്സിലും എപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ്, കോൺസ്റ്റൻ്റ്ലി സ്ഥിരമായിട്ട് ഫോർ എവർ എപ്പോഴും എന്ത് ചെയ്യുക, അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടിരിക്കുക. വൺസ് ഇമ്പ്രൂവ് ചെയ്തു ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നിർത്തരുത്, വീണ്ടും അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ടായിരിക്കും, ഇമ്പ്രൂവ്മെൻറ്റുകൾ നടത്തേണ്ടത് ഉണ്ടായിരിക്കും. പിന്നെ എന്താണെന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് ഓൺ ദ ജോബ്. എന്താണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഓൺ ദ ജോബ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിൽ ഏറ്റവും നല്ലത് എന്താണ്, ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരൊന്നും കൂടി എന്തായിരിക്കും, ആ ജോലിയെക്കുറിച്ച് പരിചിതമാകും, ഒന്നും കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് ഓൺ ദ ജോബ്. അഡോപ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഡർഷിപ്പ് അല്ലേ, നമ്മൾ ഡയറക്റ്റിങ്ങിൻ്റെ വൺ ഓഫ് ദി എലമെൻറ്റായി പഠിച്ചതാണ് ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പ് അഡോപ്റ്റ് ചെയ്ത് അത് എന്ത് ചെയ്യുക, അവിടെ നടപ്പിലാക്കാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് അവിടെ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കും. നമ്മളിപ്പോഴും പറയുന്നത് നല്ലൊരു ലീഡർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, ബെറ്റർ പെർഫോമൻസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ലീഡർഷിപ്പ് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാം. ഡ്രൈവ് ഔട്ട് ഫിയർ, നമ്മൾ പറഞ്ഞു പോകുന്ന പോയിൻ്റാണല്ലേ, മുൻപ് ടിക്കുകയും പഠിച്ചപ്പോൾ തന്നെ വർക്കേഴ്സിൻ്റെ ഇടയിൽ നിന്നുള്ളത് പേടി കളയാം. ഞങ്ങൾക്കിത് സാധിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്കത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ല പണിഷ്മെൻറ്റ് കിട്ടുമോ, അങ്ങനെയുള്ള പേടികൾ അവരിൽ നിന്ന് മാറ്റാം. എന്തും തുറന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ചെയ്യാനൊരു പ്രവണത കൊണ്ടുവരും. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് പറയുന്നത് ഡ്രൈവ് ഔട്ട് ഫിയർ എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, ബ്രേക്ക് ഡൗൺ ബാരിയേഴ്സ് ബിറ്റ്വീൻ സ്റ്റാഫ് ഏരിയാസ്. ഓരോ സ്റ്റാഫ് ഏരിയസിലും തമ്മിൽ എന്തുണ്ടായിരിക്കും, ഓരോ ബാരിയേഴ്സിൽ ഇന്ന ആ ഭാഗത്ത് സ്റ്റാഫ്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുമായിട്ട് ഞങ്ങൾ മിണ്ടാറില്ല, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫിൽ ഭയങ്കര ഗമയാണ്, ആ രീതിയിലുള്ള ചില ബാരിയേഴ്സ് തടസ്സങ്ങളുണ്ടാവില്ല, അത് എന്ത് ചെയ്യാം, ബ്രേക്ക് ഡൗൺ, അതില്ലാതാക്കുക. അതായത് ഞങ്ങളെല്ലാവരും വി ആർ എ പാർട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, എലിമിനേറ്റ് സ്ലോഗൻസ്, എക്സോഷൻസ് ആൻഡ് ടാർഗറ്റ്സ് ഫോർ ദ വർക്ക് ഫോഴ്സ്. അതായത് വർക്ക് ഫോഴ്സിന് ഓരോ ഇത്ര ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ സ്ലോഗൻ. നമ്മൾ പറയില്ലേ 100% അച്ചീവ് ചെയ്താൽ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചില സ്ലോഗൻ എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം, അതായത് അങ്ങനെ ഒരു ചില ഇതെന്ന് പറയണത്. അപ്പോൾ അങ്ങനെയുള്ള ടാർഗറ്റുകളൊന്നും വെക്കാതിരിക്കുക. അതായത് അവരുടെ ക്വാളിറ്റിയിൽ കൊടുക്കുക. നിങ്ങൾ എത്ര ചെയ്താലും അതിന് ക്വാളിറ്റിയിലാണ് കാര്യം എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുക. അല്ലാതെ നിങ്ങൾ ഇന്ന് 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണട്ടാ എന്ന് പറഞ്ഞുകൊണ്ടൊരു ടാർഗറ്റ് വെക്കാതിരിക്കുക എന്നാണ് പറയണത്. പിന്നെന്താണ് നെക്സ്റ്റ് പറയണത്, എലിമിനേറ്റ് ന്യൂമറിക്കൽ കോട്ടാസ് ഫോർ ദ വർക്ക് ഫോഴ്സ് ആൻഡ് ന്യൂമറിക്കൽ ഗോൾസ് ഫോർ മാനേജ്മെൻറ്റ്. വർക്ക് ഫോഴ്സിനെ സംബന്ധിച്ച് ഈ പറഞ്ഞത് തന്നെ ന്യൂമറിക്കൽ കോട്ടാസ് വെക്കാതിരിക്കുക. നിങ്ങളൊരു മന്ത് ആകുമ്പോഴേക്കും ഒരു 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ 1000 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, അങ്ങനെ കോട്ടാസ് വെക്കാതിരിക്കുക. അപ്പോൾ എന്താ അങ്ങനെ കോട്ടാസ് വെച്ചാലുള്ള കുഴപ്പം, ആ ഒരു 1000 യൂണിറ്റ്സ് എത്തണം എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, വേഗം പ്രൊഡ്യൂസ്, ചിലപ്പോൾ പ്രൊഡക്ഷൻ അവർ ആ പണി ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റീനെ അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനായാലും ന്യൂമറിക്കൽ ഗോൾസ്, അതായത് ഇത്ര സെയിൽസ് നിങ്ങൾ എത്തുമ്പോൾ ഇത്ര രൂപയുടെ സെയിൽസ് വേണം കേട്ടോ എന്ന രീതിയിലൊന്നും മാനേജ്മെൻറ്റിൻ്റെ മുന്നിലും ഗോൾസുകൾ വെക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് മാത്രം എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യുന്നതാണ് TQM കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, റിമൂവ് ബാരിയേഴ്സ് ദാറ്റ് റോബ് people of pride of workmanship, eliminate the annual rating or merit system. അതായത് ആനുവലി നമ്മളിങ്ങനെ പെർഫോമൻസ് ഇവാലുവേഷൻ ഒക്കെ നടത്തില്ലേ, അപ്പം അതൊന്നും നടത്താതിരിക്കുക. അതായത് അതൊക്കെ നടത്തുന്ന സമയത്ത് നമുക്കൊരു പേടിയാണ്. കാരണം മെറിറ്റ് സിസ്റ്റം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആനുവൽ റേറ്റിംഗ് നടത്തുമ്പോൾ നമ്മുടെ റേറ്റ് കുറഞ്ഞു പോകും എന്നുള്ള ഒരു ഫിയർ, ആ ഒരു കണ്ടാവും ഡ്രൈവ് ഔട്ട് ഫിയർ. അപ്പോൾ ഇത് പേടിയുടെ ഒരു കാരണമാണ്. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വർക്കിനെ അതെന്ത് ചെയ്യും, അതിനെ ബാധിക്കും. നമ്മുടെ പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സിനെ അത് ബാധിക്കും എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ അതായത് അദ്ദേഹം ചെയ്യുന്ന വർക്ക്മാൻഷിപ്പ്, പ്രൈഡ് ഓഫ് വർക്ക്മാൻഷിപ്പ് എന്നാണ് പറയണത്. അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ബാരിയേഴ്സ്, തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുക എന്നാണ് പറയണത്. അദ്ദേഹം ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, ജോലി ചെയ്യുന്ന രീതിയിലേക്ക് ആക്കാം. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് എ വിഗ്രസ് പ്രോഗ്രാം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഫോർ everyone. എല്ലാവർക്കും അവനവൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് നടത്താനുള്ളതുപോലെയും അതുപോലെ അവനവന് ഒരു എഡ്യൂക്കേഷൻ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ള രീതിയിലുള്ള വിഗ്രസ് എന്ന് പറയുന്നതാണ് ഭയങ്കരമായിട്ടുള്ള ട്രെയിനിങ്, അതിന് കൂടുതൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യും. അപ്പോൾ അതായത് അവർക്ക് സ്വയം ഇമ്പ്രൂവ് ചെയ്താലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി ഓർഗനൈസേഷനിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഒരു വിഗ്രസ് ആയിട്ടുള്ള ഒരു ഹൈ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസുകൾ കൊടുക്കുക എന്നാണ് നമ്മുടെ ഡെമിങ്സ് അദ്ദേഹത്തിൻ്റെ പോയിൻറ്റ്സുകൾ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ്, ദാറ്റ് ഈസ് ദ 14th point is put everybody in the company to work to accomplish the transformation. നമ്മൾ പറഞ്ഞിരുന്നു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. കമ്പനിയിൽ നമ്മൾ മൊത്തമായിട്ടൊരു ക്വാളിറ്റി ലെവലിലേക്ക് അല്ലെങ്കിൽ ക്വാളിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിൽ എല്ലാവരെയും എന്ത് ചെയ്യുക, പങ്കെടുപ്പിക്കും. എല്ലാവരും ഇതിൻ്റെ ഭാഗമാണെന്ന് എന്താണ് പറയുന്നത്, എവ്രിബഡി ഇൻ ദ കമ്പനി ടു വർക്ക്. ഒരാൾ പോലും അത് പൊസിഷനും ലെവൽസും ഒന്നും നോക്കാതെ എല്ലാവരെയും എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് വി ഹാവ് ടു എന്നുള്ള രീതിയിൽ, ദാറ്റ് ഈസ് TQM-ആണ് നമ്മൾ പോകുന്നത്. അതിലേക്ക് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉറപ്പ് വരുത്തണം. ഇത്രയും കാര്യങ്ങളാണ് TQM ഇംപ്ലിമെൻറ്റേഷനിൽ നമുക്ക് എന്ത് ഈ ഡെമിങ്സ്, അതല്ലേ നമ്മൾ പേര് അദ്ദേഹത്തിൻ്റെ പറഞ്ഞത്. ഓക്കെ, ഈ ഡെമിങ് പറഞ്ഞിട്ടുള്ള 14 പോയിൻറ്റ്സുകൾ ചിലപ്പോൾ ഒക്കെ 5 മാർക്സിന് എടുത്ത് ചോദിക്കാം, ഈ ഡെമിങ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ലൈഡ് ഞാൻ കാണിക്കും, കഴിയുന്നതും നിങ്ങൾ ആ സ്ലൈഡിലുള്ളത് സം പോയിൻറ്റ്സ് ഒക്കെ സിമിലർ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി സെൻറ്റൻസ് ആയിട്ട് എനിക്കൊന്നും കൂടി നല്ല പോയിൻറ്റ്സുകളാണെന്ന് തോന്നി കേട്ടോ. അപ്പോൾ അത് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് ആരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്, ദാറ്റ് ഈസ് ജോസഫ് M. ജുറാൻ, JURAN. അദ്ദേഹം എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ദാറ്റ് ഈസ് ജുറാൻ, അദ്ദേഹം ദാറ്റ് ഈസ് നമ്മൾ ഫുൾ നെയിം അദ്ദേഹത്തിൻ്റെ പറഞ്ഞത് ജോസഫ് M. ജുറാൻ. അദ്ദേഹം എന്തൊക്കെയാണ് ഈ TQM-ലേക്ക് വേണ്ടി കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അദ്ദേഹം അതിന് വേണ്ടി ഒരു അഡ്വക്കേറ്റഡ് ക്വാളിറ്റി ട്രൈലോജി എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രൈലോജി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഒരു ഗ്രൂപ്പ് ഓഫ് 3 കാര്യങ്ങളാണ് അതിന് വേണ്ടി അദ്ദേഹം പറയുന്നത്. അതായത് നമ്മുടെ TQM ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വേണ്ടി 3 ക്വാളിറ്റീസ്, അതിനെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ദാറ്റ് ഈസ് ജുറാൻ ട്രൈലോജി എന്നാണ് അതിനെ പറയുക കേട്ടോ. അത് ഏതൊക്കെയാണെന്നാണ് 3 കാര്യങ്ങളേ ഉള്ളൂ. പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ അതിങ്ങനെ നിങ്ങൾ ടെക്സ്റ്റിൽ അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ക്വാളിറ്റി ഈസ് നോ ആക്സിഡൻറ്റ്. ക്വാളിറ്റി ഒരിക്കലും ഒരു ആക്സിഡൻ്റലി നമുക്ക് പെട്ടെന്നൊരു ദിവസം ക്വാളിറ്റി കൊണ്ടുവരാം എന്ന രീതിയിൽ നടക്കില്ല. ക്വാളിറ്റി മസ്റ്റ് ബി പ്ലാൻ. ക്വാളിറ്റി മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് പോയാൽ മാത്രമേ ക്വാളിറ്റി വിചാരിച്ച ക്വാളിറ്റിയിലേക്ക് എത്തുള്ളൂ എന്നാണ് പറയുന്നത്. ദർ ആർ നോ ഷോർട്ട് കട്ട്സ് ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി. പെട്ടെന്ന് തന്നെ ഒരു കുറുക്ക് വഴി എടുത്തുകൊണ്ട് ടോട്ടൽ ക്വാളിറ്റിയിലേക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട, അങ്ങനെ നടക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ട്രൈലോജി പറയണത് ഇങ്ങനെയൊക്കെയാണ്. 3 കാര്യങ്ങളേ ഉള്ളൂ. ക്വാളിറ്റി, പ്ലാനിങ്. അപ്പോൾ അത് നോട്ട് ഞാൻ കാണിക്കാം, സ്ലൈഡായിട്ട് കാണിക്കാം, ഇല്ലെങ്കിലും ഇത് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. ക്വാളിറ്റി ഗ്രൂപ്പ് ഓഫ് 3 അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളാണ്. ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ആ 3 നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. അപ്പോൾ അതങ്ങനെ എഴുതുന്നതാണ് ഒന്നുകൂടി അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദാറ്റ് ഈസ് ജുറാൻ ട്രൈലോജി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ക്ലിയർ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വേറെ പേര് പറയുന്നതാണ്, ദാറ്റ് ഈസ് എന്തായിരുന്നു, അർമാൻഡ് വി ഫിഗ്ബാക്ക്. അത് പ്രൊനൗൺസിയേഷൻ ഐ ഡോണ്ട് നോ എങ്കിൽ പോലും അതിൻ്റെ സ്പെല്ലിംഗ് നോക്കുക. അപ്പോൾ അർമാൻഡ് എന്നുള്ളത് ഓർക്ക് വെച്ചാൽ മതി. അദ്ദേഹം ഇതുപോലെ തന്നെ ടോട്ടൽ ക്വാളിറ്റി കൺട്രോളിലേക്ക് കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഹി റിഫൈൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ ബൈ സ്ട്രെസ്സിങ്
ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി റൈറ്റ് ഫ്രം ഏർലി സ്റ്റേജസ്. അദ്ദേഹം എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ നടത്തിയത്? അദ്ദേഹം പറയണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് പതുക്കെ പതുക്കെ നമ്മൾ എങ്ങനെയാണ് തുടക്കം മുതലേ, ദാറ്റ് ഈസ് ദ ഏർലി സ്റ്റേജസ് തൊട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ക്വാളിറ്റിയിലേക്ക് എത്താം. അതാണ് ദാറ്റ് ഈസ് ആർമൻഡ് ഫെഗിംബൗം പറയുന്നത്. ദാറ്റ് ഈസ് ഹി റിഫൈൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ ബൈ സ്ട്രെസ്സിങ്. അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് എന്താണെന്നാണ് പറയുന്നത്, ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി റൈറ്റ് ഫ്രം ദ ഏർലി സ്റ്റേജസ്. നമ്മൾ തുടക്കത്തിൽ തന്നെ, തുടക്കം പിഴയ്ക്കാതെ തുടക്കം തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പറയണത്. ഇതേപോലെ തന്നെ ഷിഗിയോ ഷിൻഗോ, ഇതൊക്കെ നമുക്ക് ജപ്പാൻ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പേരുകളാണ്. അദ്ദേഹം പറഞ്ഞത് ദാറ്റ് ഈസ്, അദ്ദേഹമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള JIT, ജസ്റ്റ് ഇൻ ടൈം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് ആ ഒരു ആ കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒരു പോക്യോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിസ്റ്റം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. POKEYOKE, പോക്യോക്ക് സിസ്റ്റം. അപ്പോൾ ഞാൻ സ്ലൈഡിൽ അത് കാണിക്കാം എന്താണെന്നുള്ളത്. പോക്യോക്ക് സിസ്റ്റം ഓഫ് ആൻറ്റിസിപ്പേറ്റിംഗ് എറേഴ്സ് ആൻഡ് ടേക്കിംഗ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. അതിന് തന്നെ മുൻകൂട്ടി തന്നെ ഉണ്ടാകാൻ പോകുന്ന എറേഴ്സുകൾ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക. അതാണ് ദാറ്റ് ഈസ് പോക്യോക്ക് സിസ്റ്റം എന്നുള്ളത്. അത് പോക്യോക്ക് സിസ്റ്റത്തിനകത്ത് ഞാനൊരു പടടക്കം ഒരു USB കേബിൾ ഇങ്ങനെ കുത്താനായിട്ട്, അതായത് ഒരു നമ്മൾ ഇങ്ങനെ അതിനൊരു സ്ലൈഡ് കണ്ടാൽ നിങ്ങൾക്ക് അത് പെട്ടെന്നൊന്ന് ക്ലിയർ ആവും. USB കേബിൾ കുത്താനും അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പ് ചാർജറിലേക്ക് കുത്തുന്ന 2 പടമുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടറിയാം രണ്ട് ഇങ്ങനെയാണ് സ്യൂട്ടബിൾ ആവുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുൻകൂട്ടി തന്നെ ഇതിലേക്ക് യോജിക്കില്ല എന്ന രീതിയിൽ മുൻകൂട്ടി കൊണ്ട് തന്നെ എറേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്റമാണ് പോക്യോക്ക് സിസ്റ്റം. അപ്പോൾ അത് ഞാൻ സ്ലൈഡ് കാണിക്കും, നോട്ടിലേക്ക് നിങ്ങൾ അത് എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ ചോദിച്ചിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കും. അപ്പോൾ അതറിഞ്ഞ് വയ്ക്കാം. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഫിലിപ്പ് ക്രോസ്ബൈ. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഡു ഇറ്റ് റൈറ്റ് ഫസ്റ്റ് ടൈം. അദ്ദേഹം കൊണ്ടുവന്ന കോൺസെപ്റ്റാണ് ഡു ഇറ്റ് റൈറ്റ് ഫസ്റ്റ് ടൈം. അത് ആദ്യത്തെ പ്രാവശ്യം തന്നെ ശരിക്കും ചെയ്യുക, തെറ്റിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ പ്രാവശ്യം തന്നെ എന്ത് ചെയ്യുക, അത് ശരിയായിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ആൻഡ് 0 ഡിഫക്ട്സ് അല്ലേ, നമ്മൾ പഠിച്ച കാര്യമായിരുന്നു TQMൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 0 ഡിഫക്ട്സ് എന്നുള്ളതാണ്. ഔട്ട്ലൈൻസ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്, ഒരു 4 4 ആബ്സല്യൂട്ട്സ് ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഡു ഇറ്റ് ഫസ്റ്റ് ടൈം ഡു ഇറ്റ് റൈറ്റ് ഫസ്റ്റ് ടൈം എന്നുള്ള കോൺസെപ്റ്റും 0 ഡിഫക്ട്സും കൊണ്ടുവന്നിട്ടുള്ള ഫിലിപ്പ് ക്രോസ്ബൈ അവരൊരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് 4 ആബ്സല്യൂട്ട്സുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ സ്ലൈഡിൽ കാണിക്കുന്നത് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കാം കേട്ടോ. ടെക്സ്റ്റിലുള്ളത് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ 4 ആബ്സല്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് കൺഫേമൻസ് ഓഫ് റിക്വയർമെൻറ്റ്സ്, എന്താണ് ആവശ്യമെങ്കിൽ അതുമായി യോജിച്ച് പോകുക, അതാണ് കൺഫേമൻസ് ഓഫ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. പ്രിവെൻഷൻ നോട്ട് അപ്രൈസൽ, നമുക്ക് അതായത് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇവാലുവേഷനാണ്. നടന്നു കഴിഞ്ഞിട്ട് അത് അപ്രൈസൽ നടത്തിയത്, അത് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, അതിന് മുൻപ് തന്നെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രിവെൻഷൻ നോട്ട് അപ്രൈസൽ. 0 ഡിഫക്ട്സ്, ഒരു ഡിഫക്ട്സുകളും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. നോ ആക്സിഡൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, മെഷർമെൻറ്റ് ഓഫ് ദി പ്രൈസ് ഓഫ് നോൺ കൺഫോമൻസ്. അതായത് നമ്മൾ ഒത്തൊരുമിച്ച്, അതായത് കൺഫോമൻസ് ആയിട്ടല്ല, അതായത് യോജിച്ചതല്ല പോകുന്നെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്. ഇങ്ങനെ 4 ആബ്സല്യൂട്ട്സുകളാണ് ദാറ്റ് ഈസ് ഫിലിപ്പ് ക്രോസ്ബൈ പറയുന്നത്. ഇനി ഞാൻ കൃത്യമായിട്ട് സ്ലൈഡ് കാണിക്കാം, ആ സ്ലൈഡിൽ തന്നെ അത് എഴുതിയെടുത്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ അത്രയാണ് നമുക്ക് ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻസ് ഇൻ ദ കേസ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് TQM. പല ആളുകളും പല ലീഡേഴ്സും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിച്ചു വെക്കേണ്ടത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് TQM ടൂൾസുകൾ എന്തൊക്കെയാണ്. TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് നമുക്കിനി എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ടൂൾസുകൾ എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. അത് മെയിനായിട്ടുള്ള ചില ക്വാളിറ്റി ടൂൾസുകളെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൂളാണ് ഫ്ലോ ചാർട്ട് എന്നാണ് പറയുന്നത് അല്ലേ. നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ നമ്മൾ തുടക്കം പഠിക്കുമ്പോൾ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിക്കും അല്ലേ. ഇങ്ങനെ ഒരു ബോക്സ് വരച്ച് ഒരു ആരോ താഴത്തേക്ക് ഇട്ടിട്ട് യെസ് ആണെങ്കിൽ താഴത്തേക്ക് പോകുന്നു, നോ ആണെങ്കിൽ വീണ്ടും മുകളിലേക്ക് പോകുന്നു, ഇത്തരത്തിൽ ഫ്ലോ ചാർട്ട് അല്ലേ. ഫോട്ടോ കിട്ടുമെങ്കിൽ ഞാൻ തീർച്ചയായും സ്ലൈഡായിട്ട് ഞാനിടാം. അപ്പോൾ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞെങ്കിൽ മെയിനായിട്ട് അതിനകത്ത് ഉണ്ടാക്കാൻ മനസ്സിലാക്കിക്കുക ബോക്സസ് ആൻഡ് ആരോസ്, അത്രയും മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ടെക്സ്റ്റിലുള്ള എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, ആദ്യം തന്നെ മനസ്സിലാക്കുക ഇറ്റ് കൺസിസ്റ്റ് ഓഫ് boxes and arrows എന്നാണ്. And a flowchart provides a simple graphical representation of the series of steps to accomplish a task. ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പുകൾ, ഓരോ സ്റ്റേജസ്, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ട്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സം ബോക്സസ് ആൻഡ് ആരോസ്. അതിനകത്ത് കുറച്ച് ബോക്സസും ആരോസ് ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ.
അത്രയും പഠിച്ചു വെച്ചാൽ മതി. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടൂളിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാറുണ്ട്, ഫിഷ് ബോൺ ഡയഗ്രാം. അപ്പോൾ അത് ഞാൻ എന്തായാലും കൃത്യമായിട്ട് ഞാൻ സ്ലൈഡിൽ പടടാം, കാരണം അതൊന്ന് വരച്ച് ഒരു ഫിഷിൻ്റെ ഷേപ്പിൽ ഒരു ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ അതൊക്കെ ചോദിച്ചാൽ ആ ഷേപ്പൊക്കെ ഒന്ന് വരച്ച് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഫിഷ് ബോൺ, ഫിഷിൻ്റെ നമ്മൾ മുള്ളെന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പിലുള്ളതാണ് ഫിഷ് ബോൺ അഥവാ ഇഷ്കിയാവ ഡയഗ്രാം എന്നാണ് നമ്മളതിനെ പറയുക. ഇത് എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ ഡയഗ്രാം. ഫിഷ് ബോൺ സ്ട്രക്ചേർഡ് ഡയഗ്രാം ഈസ് ഫോർ ഐഡൻറ്റിഫൈങ് ദ കോസ് ഇഫക്റ്റ് പാറ്റേൺസ്. എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്? ഒരു കാര്യം ഉണ്ടാവും, ഒരു കോസ് ഉണ്ടാവില്ലേ, ആ കോസ് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ഇഫക്റ്റ്, എന്താണ് അതിൻ്റെ ഇഫക്റ്റ് എന്താണ്, അത് അറിയുന്ന ആ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉള്ള ഒരു ഡയഗ്രാമാണ് ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ, സോർട്ട് ആൻഡ് ഡിസ്പ്ലേ. ഇതിനൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം, അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. എന്താണ് കാണിക്കേണ്ടത്? കോസസ് ഓഫ് എ പ്രോബ്ലം ഓർ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. ആ പ്രോബ്ലത്തിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകിച്ച് അതിൻ്റെ ആ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് ഫിഷ് ബോൺ ഡയഗ്രാം അഥവാ ഇഷ്കിയാവ ഡയഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ? ഇതാണ് സെക്കൻഡ്. ദ നെക്സ്റ്റ് ഈസ് റൺ ചാർട്ട്സ് എന്നാണ് പറയുന്നത്. എന്താണ് റൺ ചാർട്ട്സ്? എ ഗ്രാഫ് വിച്ച് പ്ലോട്ട്സ് ഡാറ്റ ഓർ ചേഞ്ച് എലോങ് എ ടൈം ലൈൻ. ഒരു ടൈം ലൈൻ വെച്ചുകൊണ്ട് അതിനകത്ത് ഡാറ്റകൾ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ്, അത്രയും മനസ്സിലാക്കി വെച്ചാൽ ഒരു ഗ്രാഫാണത്. നമുക്ക് ഗ്രാഫിൽ നമ്മൾ പോയിൻറ്റ്സുകൾ പ്ലോട്ട് ചെയ്യില്ലേ, ഇങ്ങനെ പോയിൻ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പോയിൻറ്റ്സ് ഒരു ഡാറ്റ തന്നിട്ടുണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മൾ അതേപോലെ ചെയ്യുന്ന ഒരു ഗ്രാഫാണ് റൺ ചാർട്ട്. ഓക്കെ, പിന്നെ നമുക്കവിടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറുള്ളതാണ് പാരറ്റോ ചാർട്ട്സ് എന്നാണ്. PARETO പാരറ്റോ ചാർട്ട്സ് ചോദിക്കാറുണ്ട് കേട്ടോ. ദിസ് ഈസ് ബേസ്ഡ് ഓൺ, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് ബേസ്ഡ് ഓൺ പാരറ്റോ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, പാരറ്റോ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. അതൊരു ഇറ്റാലിയൻ ഇക്കോണമിസ്റ്റിന് അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇട്ടിട്ടുള്ള പേരാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രിൻസിപ്പിൾ എങ്ങനെയായിരുന്നു ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു, അതും നിങ്ങൾ പഠിക്കണമെന്നില്ല. നിങ്ങൾ എന്താണ് പാരറ്റോ ചാർട്ട് എന്ന് പഠിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ who concluded that 20% of the population has 80% of the total wealth. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ലോകത്തുള്ള വെൽത്ത് അല്ലേ, ദാറ്റ് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ മുഴുവൻ സമ്പാദ്യവും വെൽത്ത് എന്ന് പറയുന്നത് അതിൻ്റെ 80% ഒരു മൊത്തം പോപ്പുലേഷൻ്റെ 20% ആളുകളുടെ കയ്യിലാണ്. ഇനി ഒരു പ്രാവശ്യം തന്നെ അത് പറയുന്നുള്ളൂ, കാരണം അതിൻ്റെ ഭയങ്കര ഡീറ്റെയിലേക്ക് നമുക്ക് പോകണ്ട. ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ എന്തിലേക്ക് വരാം, നമ്മുടെ ഇതിലേക്ക് TQM ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ആ സിമിലർ കോൺസെപ്റ്റ് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ്. ഹിയർ എന്താണെന്നാണ് പറയണത്, നമ്മുടെ TQM അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ പറയണത് എങ്ങനെയാണ്, ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന 80% പ്രോബ്ലംസും എങ്ങനെയാണെന്നാണ് പറയണത്. ദേ ആർ ക്രിയേറ്റഡ് ബൈ 20% കോസസ്. പല പല കാരണങ്ങൾ കൊണ്ടാണ് അതായത് 20 മൊത്തം കാരണങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 20% കാരണങ്ങളെ എന്തിലേക്ക് നയിക്കാൻ, 20% കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തിലേക്ക് നയിക്കുന്നതാണ് പറയുന്നത്. ആ ഓർഗനൈസേഷനിലുള്ള 80% പ്രോബ്ലംസിനും എന്ന് പറഞ്ഞാൽ 80% എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അല്ലേ ആകെ 100% എന്നാണ് നമ്മൾ വിചാരിക്കുക. അതിൻ്റെ 80% പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഈ 20% കോസിൽ നിന്നാണ്. ഇതാണ് പറയണത് 80% പ്രോബ്ലംസ് ആർ ക്രിയേറ്റഡ് ബൈ 20% കോസസ്. എന്നിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 80% പ്രോബ്ലം ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ആകെയുള്ള കോസസിൻ്റെ ആ 20% കോസസ് എന്താണെന്ന് എന്ത് ചെയ്താൽ മതി, ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അത് ഇല്ലാതാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓർഗനൈസേഷനിലെ 80% പ്രോബ്ലംസും ഇല്ലാതാക്കാം. ബാക്കി 20% പ്രോബ്ലംസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് അത് പറയണത്. ഐഡൻറ്റിഫൈങ് ആൻഡ് കറക്റ്റിംഗ് ദ 20% കോസസ് ക്യാൻ സോൾവ് ദി 80% പ്രോബ്ലംസ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇരുന്ന് വായിക്കുക കേട്ടോ. അവനത് വായിച്ച് അവനവൻ്റെ മനസ്സിലേക്ക് എടുത്താൽ മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, ആ 20% കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ 80% പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ തന്നെ വിളിക്കാറുണ്ട് 80-20 പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. എന്താണ് 80-20 പ്രിൻസിപ്പിൾ എന്നാണ് പറയണത്. അതായത് ഈ പ്രിൻസിപ്പിൾ എന്തിനെ സഹായിക്കും എന്നാണ് പറയണത്. 1 to separate the vital few from the
ഇൻസിഗ്നിഫിക്കൻറ്റ് മീനിങ്, അതായത് കുറേ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് ട്രൈവൽ എന്നാണ് നമ്മളതിൽ കൊടുത്തിരിക്കുന്ന ടേം. അതായത് ഒട്ടും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. കുറേ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതിനെ സഹായിക്കുന്ന അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കുറേ കാരണങ്ങളുണ്ട്, അതിൽ 20% നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം അതാണ് മെയിനായിട്ട് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ മാത്രം നമ്മളിങ്ങോട്ട് വേർതിരിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ് ഈ ഇതെന്ന് പറയുന്നത് പാരൻറ്റോ പ്രിൻസിപ്പിളിൽ പറയണത്. ആൻഡ് ദ പാരൻറ്റോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഒരു ബാർ ചാർട്ടാണ്. ഇതൊക്കെ ഞാൻ ഗ്രാഫ് ഇടാം കേട്ടോ. ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക റെക്റ്റാങ്കുലർ ബോക്സസ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ചെയ്യില്ലേ, അതാണ് നമ്മുടെ ബാർ ചാർട്ടുകൾ എന്ന് പറയുന്നത്. ബാർ ചാർട്ട് അറേഞ്ച് ഇൻ ദി ഡിസെൻഡിങ് ഓർഡർ എന്നാണ് പറയുന്നത് ഓഫ് ഹൈറ്റിൻ്റെ ഇതിനനുസരിച്ച് ഡിസെൻഡിങ് ഓർഡർ. ആൻഡ് യു നോ വാട്ട് ഈസ് ഡിസെൻഡിങ് ഓർഡർ അല്ലേ. അപ്പോൾ ഹൈറ്റിൻ്റെ രീതിയിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു ബാർ ചാർട്ട്, അതാണ് ഈ പാരൻറ്റോ ചാർട്ട് എന്ന് പറയുന്നത്. എന്തിനെ സഹായിക്കും എന്നാണ് പറയുന്നത്, ഇറ്റ് ഹെൽപ്പ് അസ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദി വൈറ്റൽ ഫ്യൂ ഫാക്ടേഴ്സ്. അപ്പോൾ ആ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം ഏതാണ് നമ്മുടെ പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കുറച്ച് കാരണങ്ങൾ, ഫ്യൂ ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞു ആകെ 20% കുറച്ച് ഫാക്ടേഴ്സ് ഈ പ്രോബ്ലംസ് ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് പാരൻറ്റോ ചാർട്ടിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് ഇഗ്നോർ ദ ട്രൈവൽ മിനി കോസസ് റെസ്പോൺസിബിൾ ഫോർ എ ഫിനോമിനൻ. ഒരു കാരണത്തിന് മറ്റ് പല ചെറിയ കാരണങ്ങൾ കുറേ ഉണ്ടാകാം. അതിനെ നമുക്ക് ഇങ്ങോട്ട് വേർതിരിച്ചെടുത്ത് അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അത് അവിടെ നടന്നാലും നടന്നില്ലെങ്കിലും മൊത്തം അതൊന്നിനെയും ബാധിക്കാൻ പോകുന്നില്ല. അപ്പം അങ്ങനത്തേനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏതാണ് ബാധിക്കുന്നത് അതിനങ്ങോട്ട് വേർതിരിച്ചെടുത്ത് കാണിക്കുന്ന ഒരു ബാർ ചാർട്ടാണ് എന്ന് പറയുന്നത് പാരൻറ്റോ ചാർട്ട്. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കും. ക്ലിയർ. ഇനി നെക്സ്റ്റ് ഒരു കുട്ടി TQM ടൂൾ പറയുന്നതാണ് ഹിസ്റ്റോഗ്രാം. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഹിസ്റ്റോഗ്രാം വരയ്ക്കാനൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് കേട്ടോ. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഒരു ബാർ ഗ്രാഫാണ്. ഡിസ്പ്ലേയിങ് ദ ഡാറ്റ ഇൻ സിമ്പിൾ കാറ്റഗറീസ് വിച്ച് ടുഗെദർ അക്കൗണ്ട് ഫോർ എ ടോട്ടൽ. അപ്പോൾ ഹിസ്റ്റോഗ്രാം എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു കാറ്റഗറീനെ നമ്മളിങ്ങനെ അതൊക്കെ പാടാടാം കേട്ടോ. അപ്പോൾ അതായിരിക്കും അത് പറയുന്നതിനേക്കാൾ കൂടുതൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് എപ്പോഴും കാണിക്കണതായിരിക്കും, സ്ലൈഡായിട്ട് ഇടുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. മനസ്സിലാക്കി വയ്ക്കുക, ഒരു ബാർ ഗ്രാഫാണ്. അപ്പോൾ അതൊരു ഇതിൽ തന്നെ നമ്മളിങ്ങനെ മെൻ വുമൺ എന്നൊക്കെ ഇങ്ങനെ തിരിച്ച് നമ്മൾ പല ഡിസൈൻസ് കൊടുത്തിടും ഹിസ്റ്റോഗ്രാമിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അത് മുഴുവൻ ഇപ്പോൾ ടോട്ടൽ പോപ്പുലേഷനിൽ ഇത്ര വുമൺ ഇത്ര മെൻ എന്നാണെങ്കിൽ രണ്ടും കൂടി കാണിക്കുന്ന ഒരു ബാർ. അപ്പോൾ അങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം എന്നാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ എന്തായാലും സ്ലൈഡ് ഇടാം. അപ്പോൾ അതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. വൺ ഓഫ് ദി TQM ടൂളാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ചെക്ക് ലിസ്റ്റ് അഥവാ ചെക്ക് ഷീറ്റ്സ്. ചെക്ക് ലിസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ടിക്ക് ചെയ്തിട്ട് പോലും അത് തന്നെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പ്രീ ഫോർമാറ്റഡ് ലിസ്റ്റ് ആണ് ഫോർ നോട്ടിങ് ദ ഇൻസിഡൻസ്, ഫ്രീക്വൻസി എക്സെട്ര അക്കോർഡിംഗ് ടു നോൺ യൂസ്ഫുൾ ക്രൈറ്റീരിയ. ചില ക്രൈറ്റീരിയാസ് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയും. ആ അറിയുന്ന ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ട് നമുക്ക് ഇൻസിഡൻസുകൾ എന്തെങ്കിലും ഉണ്ടാകുന്ന സംഭവങ്ങൾ നോട്ട് ചെയ്ത് പോകുന്ന. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോവുകയാണ്, നമ്മൾ വീട്ടിലും ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാ സാധനങ്ങളും ചിലരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാ സാധനങ്ങളും എടുത്തിട്ടില്ലെന്ന് അറിയാനായിട്ട് നമ്മൾ ആദ്യം എല്ലാം എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒന്ന് നോക്കും നമ്മുടെ ബാഗിൽ ഇന്നത് ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, നമ്മൾ ടവൽ, ഡ്രസ്സസ് ഇതൊക്കെ എടുത്തിട്ടില്ലേ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് പോകും. അത് ആ സിമ്പിൾ കോൺസെപ്റ്റ് നിങ്ങളുടെ കൊണ്ടാൽ മതി. അപ്പം അങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റ് അഥവാ ചെക്ക് ഷീറ്റ്സും വൺ ഓഫ് ദി TQM ടൂളാണ്. പിന്നെ പറയണതാണ് കൺട്രോൾ അഥവാ ഷിവാർട്ട് ചാർട്ട്സ് എന്നാണ് പറയുന്നത്. കൺട്രോൾ ചാർട്ട് എന്നോ അല്ലെങ്കിൽ ഷിവാർട്ടഡ് ചാർട്ട്സ് എന്നോ പറയും. AW ഷിവാർട്ട് അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ള ഡെവലപ്ഡ് കൺട്രോൾ ചാർട്ട്സ് ടു കൺട്രോൾ ക്വാളിറ്റി വേരിയേഷൻസ് ഇൻ മാനുഫാക്ചറിങ് കൺസേൺസ് എന്നാണ് പറയണത്. അദ്ദേഹമാണിത് കൊണ്ടുവന്നിട്ടുള്ളത്. AW ഷിവാർട്ട്സ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ക്വാളിറ്റി ചാർട്ട് കൊണ്ടുവന്നു. അത് എന്തിനുള്ളതാണെന്നാണ് പറയുന്നത്, മാനുഫാക്ചറിങ് കൺസേൺസുകളില്ലേ, മാനുഫാക്ചറിങ് നടക്കുന്ന ബിസിനസ്സുകൾ, അവിടുത്തെ ക്വാളിറ്റി വേരിയേഷൻസ് കണ്ടുപിടിക്കാൻ, അവിടെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇതിൽ 2 ടൈപ്പ് ആണ് ഇതിലുണ്ടാവുക എന്നാണ് പറയുന്നത്. ദർ ആർ
ദേ ആർ, അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റി വേരിയേഷൻസ്, രണ്ട് തരത്തിലുള്ള ക്വാളിറ്റി വേരിയേഷൻസുകളാണ് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഒന്ന് കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ് ആൻഡ് കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ്. ഒന്ന് വേരിയബിൾസിനുള്ള ഒരു കൺട്രോൾ ചാർട്ടും ഒന്ന് അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനുള്ള ഒരു കൺട്രോൾ ചാർട്ടും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്നിട്ട് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് ബൈ വാച്ചിങ് വെദർ ഓൾ ദ പ്ലോട്ടഡ് പോയിന്റ്സ് ആർ വിത്തിൻ ദി കൺട്രോൾ ലിമിറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടാം. കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ദാറ്റ് ഈസ് ഹൊറിസോണ്ടലായിട്ട് നമ്മളിങ്ങനെ ഒരു ദാറ്റ് ഈസ് എക്സ് ആക്സിസിന് ഹൊറിസോണ്ടലായിട്ടൊരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കാം. അതിനെ നമ്മൾ കൺട്രോൾ ലൈൻ എന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ആലോചിച്ച് വെക്കുക, നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു എക്സ് ആക്സിസും വൈ ആക്സിസും ആയിട്ട്. എക്സ് ആക്സിസിൻ്റെ പാരലലായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ആ ഹൊറിസോണ്ടൽ ലൈനിന് നമ്മൾ കൺട്രോൾ ലൈൻ എന്ന് പേര് കൊടുക്കുന്നു. മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി ആ കൺട്രോൾ ലൈൻ ഇതാണെന്ന് വിചാരിക്കുക അല്ലേ. ആ കൺട്രോൾ ലൈനിന് താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? ലോവർ കൺട്രോൾ ലൈനിലേക്ക് വന്നു. കൺട്രോൾ ലൈനിൻ്റെ മീതേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം? അപ്പർ കൺട്രോൾ ലിമിറ്റിലേക്ക് പോയി എന്ന് പറയും. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കഴിയുന്നതും ഞാനത് സ്ലൈഡായിട്ട് തന്നെ ഇടാം, ഇല്ലെങ്കിൽ ഞാനത് വരച്ച് ഫോട്ടോ എടുത്ത് ഇൻട്രാക്ഷൻ ക്ലാസ്സിൽ ഞാനത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ എന്നിട്ട് അതൊക്കെ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ്. അപ്പോൾ ആ ഗ്രാഫ് നോക്കിയിട്ട് അതിലത്തെ പ്ലോട്ടഡ് പോയിന്റ്സുകൾ പ്ലോട്ട് ചെയ്ത് നോക്കിയിട്ട്, അതായത് കൺട്രോൾ ലിമിറ്റ്സിനകത്താണോ, അതായത് നമുക്ക് ചിലതുണ്ടാവില്ലേ ബിയോണ്ട് ദ കൺട്രോൾ ഉണ്ടായിരിക്കും, വിത്തിൻ ദ കൺട്രോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കൺട്രോൾ ലിമിറ്റിൽ ആ ലൈൻ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ പോയിന്റ്സുകൾ കൺട്രോൾ ലിമിറ്റിനുള്ളിലാണോ. അതായത് ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് ഇൻ UCL ആൻഡ് LCL എന്നാണ് പറയുക. UCL എന്ന് പറഞ്ഞാൽ അപ്പർ കൺട്രോൾ ലിമിറ്റും LCL എന്ന് പറഞ്ഞാൽ ലോവർ കൺട്രോൾ ലിമിറ്റും. അതിൻ്റെ ഇടയിലാണോ പോയിന്റ്സുകൾ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം വിത്തിൻ കൺട്രോളാണ്, താഴത്തേക്കും പോയിട്ടില്ല മീതേക്കും പോയിട്ടില്ല എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് ഈസ് അതിൻ്റെ ബേസിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യും വെദർ ദി പ്രോസസ് ഇസ് ഇൻ കൺട്രോൾ ഓർ നോട്ട്. അത് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ പ്രോസസ്സ് നമ്മുടെ കൺട്രോളിലാണ്. കൺട്രോൾ ലിമിറ്റിന് മീതേക്ക് പോയാൽ എന്താണെന്നാണ് പറയാൻ സാധിക്കുക? അതിൻ്റെ മുകളിലേക്ക് പോയി എന്ന് പറയില്ല. അപ്പോൾ ആ ഒരു കൺട്രോൾ ലിമിറ്റിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ നിൽക്കുകയാണെങ്കിൽ എല്ലാ കാര്യവും ഇൻ അവർ കൺട്രോൾ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി TQM ടൂളാണ് കൺട്രോൾ അഥവാ ഷിവാർട്ട് ചാർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം. ഇത് നിങ്ങൾ ഏകദേശം കേട്ട് കാണാൻ വഴിയുണ്ട്. സ്കാറ്റർ ഡയഗ്രാം എന്താണെന്നുള്ളത് അതിങ്ങനെ സ്കാറ്റർ പ്ലോട്ട്, ഒരു ഗ്രാഫിൽ തന്നെ നമ്മളിങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് പോയിന്റ് ചെയ്തിട്ട് നമ്മളതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കും. മാത്സിലൊക്കെ നമ്മൾ ടെൻത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. ഇതുതന്നെയാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രാഫാണ് വിച്ച് പ്ലോട്ട്സ് പോയിന്റ്സ് വേരിയബിൾസ് വിച്ച് പ്രൊഡ്യൂസസ് എ യൂസ്ഫുൾ വിഷ്വൽ ഇൻഡിക്കേഷൻ. അപ്പോൾ നമുക്ക് ആ ഏകദേശം അതിൻ്റെ ആ ഒരു സ്കാറ്റർ ചെയ്ത പോയിന്റുകൾ കാണുമ്പോൾ അറിയാം കൂടിയോ കുറഞ്ഞോ. ഇതൊക്കെ ഞാൻ സ്ലൈഡ് ഇടാം കേട്ടോ. അതൊക്കെ നമുക്ക് സ്കാറ്റർ ഡയഗ്രാം ഒക്കെ കിട്ടും. അപ്പം അതിൽ ആ പ്ലോട്ട് ചെയ്ത പോയിന്റ്സ് അനുസരിച്ച് നമുക്കൊരു വിഷ്വലി കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് അറിയാനായിട്ട് സാധിക്കും. ക്ലിയർ? അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്കാറ്റർ ഡയഗ്രാം അഥവാ സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ അപ്വേർഡ് ട്രെൻഡ്സ് ആണ്. അപ്വേർഡ് ട്രെൻഡ് അതായത് മീതേക്കാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദ ടു വേരിയബിൾസ് പ്ലോട്ടഡ് ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറയാം. അത് താഴത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഭയങ്കര ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് ഇപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷനൊക്കെ നമ്മൾ പ്രോബ്ലമൊക്കെ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. രണ്ട് അപ്വേർഡ് ട്രെൻഡാണ് പോയിന്റ്സുകളിലാണ് കാണിക്കണമെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ്ലി കോറിലേറ്റ് ചെയ്യുക എന്ന് പറയാം. അതിനൊരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേറ്റഡ് എന്ന് പറയാം കേട്ടോ. ഇനി ഒന്നുമല്ല എല്ലായിടത്തേക്കും സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഒരു ബന്ധവുമില്ല. പല സ്ഥലത്തും ഇങ്ങനെ മാറി കിടക്കുക, നമുക്ക് കൂട്ടി യോജിപ്പിക്കാനും കൂടി പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ വേരിയബിൾസുകൾ തമ്മിൽ എന്തില്ല, ഒരു റിലേഷനും ഇല്ല. അതാണ് പറയുന്നത് നോൺ കോറിലേഷൻ. അങ്ങനെ അതും ദാറ്റ് ഈസ് നമുക്ക് അപ്പോൾ ഒരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ കിടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് പ്രോബ്ലംസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ TQMന് വേണ്ടി യൂസ് ചെയ്യുന്ന ചില ടൂൾസുകൾ ആണെന്നാണ് പറയുന്നത്. ക്ലിയർ? ഇത്രയൊക്കെയാണ് ദാറ്റ് ഈസ് ദ മെയിൻ ടൂൾസ്, ക്വാളിറ്റി ടൂൾസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ TQM. ഓക്കെ, ക്ലിയർ? ദാറ്റ് ഈസ് അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഇസ് ദ ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് TQMനകത്ത്?
അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലേ TQMൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. കൂടുതൽ എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കുന്നത്? കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സും എന്ത് ചെയ്യണം, ഈ TQMൻ്റെ ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷനിലൊക്കെ ആണെങ്കിൽ അതിൽ എല്ലാവരും ഒരുപോലെ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ദ ബെനിഫിറ്റ്സ് ഓഫ് TQM ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓറിയൻറ്റഡ് ബെനിഫിറ്റ്സും ഇക്കണോമിക് ഇംപ്രൂവ്മെൻറ്റ് ഓറിയൻറ്റഡ് ബെനിഫിറ്റ്സും. അപ്പോൾ ദ ബെനിഫിറ്റ്സ് ഓഫ് TQM ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഒന്നെന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റുകളും, പിന്നെന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ ഇക്കണോമിക് ഇംപ്രൂവ്മെൻറ്റ്. ഇക്കണോമിക് എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിച്ച് വയ്ക്കുക, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു സാമ്പത്തികം നമ്മൾ പറയില്ലേ, ദാറ്റ് ഇസ് ഫിനാൻസ്. അപ്പോൾ അതിന് ആ ഒരു രീതിയിൽ എക്കണോമിക്കായിട്ട് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അതാണ്. അപ്പോൾ 2 തരത്തിലാണ്. അപ്പോൾ അത് ഇൻ ഡീറ്റ് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും നിങ്ങൾ ടെക്സ്റ്റ് തന്നിട്ടില്ല, ബ്രീഫായിട്ട് തന്നെയാണ് തന്നിട്ടുള്ളൂ. അപ്പോൾ അത്ര തന്നെ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഒറ്റ പോയിൻറ്റ്സുകളും വിട്ടുകളയാതെ അതെല്ലാം പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം, ദാറ്റ് ഈസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓറിയൻറ്റഡ് ബെനിഫിറ്റ്സ്. അതായത് കസ്റ്റമറിനെ ഓറിയൻറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്സുകൾ, അതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ദ ബെനിഫിറ്റ്സ് അണ്ടർ ദിസ് കാറ്റഗറി ആർ ആസ് ഫോളോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ഇത് വായിക്കാനൊന്നുമില്ല, വേഗം കൂടെ പറഞ്ഞു പോകാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്റ്റ് ക്വാളിറ്റി. ഫസ്റ്റ് പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലെ ഇംപ്രൂവ്മെൻറ്റ്. സെക്കൻഡ് പറയുന്നത് എന്താണ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ പ്രോഡക്റ്റ് ഡിസൈൻ. ഇംപ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകും. പിന്നെ എന്താണ്, പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ ഫ്ലോയിൽ എന്തുണ്ടായിരിക്കും, ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. പിന്നെന്താണെന്നാണ് പറയുന്നത്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ എംപ്ലോയി മൊറേൽ ആൻഡ് ക്വാളിറ്റി കോൺഷ്യസ്നെസ്. പിന്നെ എന്തിലാണ്, പ്രൊഡക്ഷൻ ഫ്ലോയിൽ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് തന്നെ നടക്കും. അതായത് ഒരു സ്റ്റോപ്പേജും ഇല്ല, ഒരു ബ്ലോക്കോ ഒരു ഹിൻക്രൻസുകളോ അങ്ങനെ ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ ഫ്ലോ നടക്കും. അതുപോലെ തന്നെ എംപ്ലോയിയുടെ മൊറേൽ ഇമ്പ്രൂവ് ചെയ്യും. അവരുടെ ഉള്ളിൽ തന്നെ ഒരു ക്വാളിറ്റി കോൺഷ്യസ്നെസ്, ഓക്കെ, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു ബോധം അവരുടെ ഉള്ളിൽ തന്നെ വരും. അത് ദാറ്റ് ഈസ് ഈ ഒരു ഇതിൻ്റെ TQMൻ്റെ ബെനിഫിറ്റാണ്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ പ്രോഡക്റ്റ് സർവീസ്, പ്രൊഡക്റ്റിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് അതിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ മാർക്കറ്റ് പ്ലേസ് ആക്സെപ്റ്റൻസ്. മാർക്കറ്റ് പ്ലേസിൽ ഇതിന് നമുക്ക് മാർക്കറ്റിംഗ് നടത്തി അതിൽ സെയിൽസ് കൂട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു രീതിയിൽ ആ ഒരു തലത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ദ ഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് അത് ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്നുണ്ട്. അത് ഏതിലാണെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നന്നാക്കാം, പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ നന്നാക്കാം, പ്രൊഡക്ഷൻ ഫ്ലോയിൽ ഒരു ബുദ്ധിമുട്ടും വന്ന് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കിട്ടാതെ ആവരുത്. അപ്പോൾ ആ രീതിയിൽ വേണം. എംപ്ലോയിയുടെ ഉള്ളിലൊരു മുറയിലും അവരുടെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടായാൽ തന്നെ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ആ പ്രൊഡക്ട്സിന് സർവീസ് കൊടുക്കണം അല്ലേ, എപ്പോഴും നമുക്ക് ചതി പറ്റുക അവിടെയാണ്, നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സർവീസ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ട്. മാർക്കറ്റ് പ്ലേസിൽ ഇതിനൊരു ആക്സെപ്റ്റൻസ്, അപ്പോൾ ഈ രീതിയിലൊക്കെ നല്ല രീതിയിലായ മാർക്കറ്റ് പ്ലേസിലും എന്ത് കിട്ടും, ആ ഒരു ആക്സെപ്റ്റൻസ് അതിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇത്രയാണ് TQMൻ്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓറിയൻറ്റഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്, ഓർഗനൈസേഷൻ ഇത് എങ്ങനെയൊക്കെയാണ് ഒരു ഇക്കണോമിക് ഇംപ്രൂവ്മെൻറ്റ് കൊടുക്കുന്നത്. വാട്ട് ആർ ദീസ് ഇക്കണോമിക് ഇംപ്രൂവ്മെൻറ്റ് ഓറിയൻറ്റഡ് ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ പറഞ്ഞിരുന്നത് TQMൻ്റെ മെയിൻ ഒരു ലക്ഷ്യം തന്നെ എന്താണെന്നാണ് പറയുന്നത്, ഇംപ്രൂവിങ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ റിഡ്യൂസിങ് ദ കോസ്റ്റ്. അല്ലാതെ പ്രൈസ് കൂട്ടിക്കൊണ്ട് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാനോ പ്രൈസ് കുറച്ചുകൊണ്ട് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതല്ല, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, കോസ്റ്റും കുറയ്ക്കണം അല്ലേ. ആ രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ റിഡക്ഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ലോസസ്. അതായത് നമ്മൾ വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കും പല ലോസസുകൾ വരും. ആ ലോസ് ഉണ്ടാവുന്നത് എപ്പോഴും എങ്ങനെയാണ്, അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയാത്തപ്പോൾ, വർക്കേഴ്സിന് അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവർക്ക് ട്രെയിനിങ് കിട്ടാത്തപ്പോൾ. നമ്മൾ പറഞ്ഞു അവർക്ക് കറക്റ്റായിട്ട് ട്രെയിനിങ് കൊടുക്കണം, കറക്റ്റായിട്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ അവയർനെസ്സും കൊടുക്കണം, എല്ലാവരെയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്കതിൻ്റെ ഓപ്പറേറ്റിംഗ് നഷ്ടങ്ങൾ, വേസ്റ്റേജുകൾ കുറച്ചുകൊണ്ട് ആ രീതിയിൽ ഓപ്പറേറ്റിംഗ് ലോസസ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു എക്കണോമിക് ഇംപ്രൂവ്മെൻറ്റ് ബെനിഫിറ്റാണ്. റിഡക്ഷൻ ഇൻ ഫീൽഡ് സർവീസ് കോസ്റ്റ്. ഫീൽഡ് സർവീസ്
അതായത് ഫീൽഡ് സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അത്രയും ക്വാളിറ്റി ആണെങ്കിൽ പിന്നെ അതിന് ഫീൽഡ് സർവീസ് ഒന്നും ആവശ്യമില്ല. എപ്പോഴും സർവീസ് എന്ന് പറഞ്ഞാൽ പോകേണ്ട കാര്യങ്ങളോ അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ ഈ പറഞ്ഞതിലൊക്കെ കുറവ് വരും എന്നുള്ളതാണ്. അപ്പോൾ റിഡക്ഷൻസ് ഇൻ ഫീൽഡ് സർവീസ് കോസ്റ്റ്, റിഡക്ഷൻ ഇൻ ലയബിലിറ്റി എക്സ്പോഷർ. അപ്പോൾ അധികം ബാധ്യതകൾ ഏറ്റെടുക്കാതെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ടീക്കും. ഇത് കൂടുതൽ ലയബിലിറ്റീസ് ഉള്ള കമ്പനീസിന് പറഞ്ഞെങ്കിൽ അത് നമ്മൾ പറഞ്ഞില്ല, എല്ലാ തലത്തിലും ക്വാളിറ്റിയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കൂടുതൽ കടമുള്ള കമ്പനി ആ ഒരു ക്വാളിറ്റി എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ താഴത്തേക്ക് പോകാം. അപ്പോൾ അതാണ് പറയുന്നത്, ഇപ്പോൾ കൂടുതൽ ലയബിലിറ്റി ബാധ്യതകളിലൊന്നും കൂടാതെ തന്നെ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഇതൊക്കെ എന്തായിട്ട് നമുക്ക് പറയാം, എക്കണോമിക് ഓറിയൻറ്റഡ് ബെനിഫിറ്റ്സുകളായിട്ട് നമുക്ക് പറയാം. അല്ലേ? അപ്പോൾ ഇത്രയാണ് ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ടിക്യു. അപ്പോൾ അത് ആ പോയിൻറ്റ്സുകൾ നിങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടാക്കിയാൽ മതി. പക്ഷേ അതിലൊറ്റ പോയിൻറ്റ്സ് വിടാതെ പഠിക്കുക എന്നുള്ളതാണ്. കാരണം അത് അത്രേ തന്നിട്ടുള്ളൂ, എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് എന്നിട്ട് നമുക്ക് ടു കൺക്ലൂഡ് വി ക്യാൻ സേ ദാറ്റ് ഈസ് ദ ഫിലോസഫി ഓഫ് TQM എയിംസ് അറ്റ് അച്ചീവിങ് എറർ ഫ്രീ വർക്ക്. ഒരു ചെറിയ എലമെൻറ്റിൽ പോലും ഒരു എറർ ഉണ്ടായിരിക്കരുത്. എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചെറിയ തെറ്റ് പോലും ഉണ്ടാവാതെ ശ്രമിക്കാം. നമുക്കറിയാം ഒരു സാധനം നമുക്ക് 100% അല്ലേ 100% നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും TQMൻ്റെ ഇത് പറയണത് ഇങ്ങനെയാണ്. ഒരുവിധം നമ്മളതിന് കറക്റ്റ് പറയുകയാണ് 99.9996% സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ് എന്തോ പറയാം. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത അത്രയ്ക്കൊന്നും റെഫറൻസിന് പോയിട്ടില്ല. അത്രയും കറക്റ്റ്നെസ് വേണമെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അത് എറർ ഫ്രീ വർക്ക് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇറ്റ് ഓൾസോ എൻവിസേജസ് ഡൂയിങ് റൈറ്റ് ദ ഫസ്റ്റ് ടൈം. ശരി, ആദ്യം ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് ചെയ്ത് നോക്കാം, തെറ്റിയെങ്കിൽ തെറ്റട്ടെ, അടുത്ത പ്രാവശ്യം ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റ് അവിടെ വേണ്ട. അതാണ് ചെയ്യണത് ശരിക്കും പഠിച്ച് കൃത്യമായി ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ടൈമിൽ തന്നെ ചെയ്യും. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. വർക്കിംഗ് സ്മാർട്ടർ, ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മാർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യുക. ആൻഡ് സീറോ ഡിഫക്ട്സ് ഡിഫക്ട്സുകളൊന്നും ഇല്ലാതെ വളരെ വർക്കിംഗ് സ്മാർട്ടറായിട്ട് തന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ ശരിയായിട്ട് തന്നെ ചെയ്യും. അതാണ് TQM പറയുന്നത്. ഇത്രയാണ് എന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. എറർ ഫ്രീ വർക്ക് എന്നുള്ളതും ഡൂയിങ് റൈറ്റ് ദ ഫസ്റ്റ് ടൈം, വർക്കിംഗ് സ്മാർട്ടർ ആൻഡ് സീറോ ഡിഫക്ട്സ്, ഇതൊക്കെയാണ് TQM എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്, തീർച്ചയായും നമ്മൾ പറഞ്ഞ പോലെ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, ചില ബാരിയേഴ്സുകൾ ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറയുന്നത്, ഇതിൽ അതിൻ്റേതായിട്ടുള്ള ചില ബാരിയേഴ്സ്, ചില ബുദ്ധിമുട്ടുകൾ, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. ആദ്യം പറയുന്നത് എന്താണ്, മാനേജ്മെൻറ്റിന് കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതിരിക്കുക. അതായത് അത് ചെയ്യുന്ന മാനേജ്മെൻറ്റ്, ഇപ്പോൾ മാനേജർക്ക് തന്നെ ആലോചിക്കുക, അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ കുറേ കാര്യം TQM എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ അതിലൊന്നും വലിയ താല്പര്യമില്ല, മാനേജ്മെൻറ്റ് അതിലൊന്നും വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, അതിൽ വേണ്ട ടൂൾസുകളോ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ടെക്നിക്സിലേക്കൊന്നും മാനേജ്മെൻറ്റ് പോകുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കുമോ? വർക്കേഴ്സ് മാത്രം വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യില്ല, നമ്മൾ പറഞ്ഞ കാര്യമാണ്, എവ്രി വൺ ഇൻ ദ ഓർഗനൈസേഷൻ ഹാസ് ടു ഫോക്കസ് ഓൺ ദിസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു ഫസ്റ്റ് അതിന് വരുന്നൊരു ബാരിയറാണ് മാനേജ്മെൻറ്റ് അതിനോടൊരു നീതി പുലർത്താതിരിക്കുക, മാനേജ്മെൻറ്റ് അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാതിരിക്കും. ക്ലിയർ? സെക്കൻഡ് പറയുന്നത് എന്താണ്, ഇൻഎബിലിറ്റി ടു ചേഞ്ച് ദ ഓർഗനൈസേഷണൽ കൾച്ചർ. അതായത് വെൻ TQM എന്നുള്ള കോൺസെപ്റ്റ് ഈസ് ടു ബി അഡോപ്റ്റഡ്, സം ചേഞ്ചസ് ഹാവ് ടു ബി മെയ്ഡ് ഇൻ ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചറിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ചിലർ എന്ത് ചെയ്യില്ല, അത് ആ ഓർഗനൈസേഷൻ കൾച്ചർ ചിലപ്പോൾ മാറ്റിയെടുക്കാനുള്ള ഒരു ഇൻഎബിലിറ്റി തീർത്തും സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് പറയാം TQM എന്ന് പറയുന്നത് പക്ക ഫെയിലിയറായി മാറും. അപ്പോൾ അത് അതിൻ്റെ വൺ ഓഫ് ഇറ്റ്സ് ബാരിയറായിട്ട് നമുക്ക് പറയാം, ദാറ്റ് ഈസ് ഇൻഎബിലിറ്റി ടു ചേഞ്ച് ദി ഓർഗനൈസേഷണൽ കൾച്ചർ. ഓക്കെ, ദ തേർഡ് പറയുന്നത് ഇംപ്രോപ്പർ പ്ലാനിങ്. കറക്റ്റാണ്, അത് ഒരു കോമൺ പോയിൻ്റാണ്. ഏത് കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും പ്ലാനിങ് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു കാര്യം ശരിയാവില്ല. അപ്പം നമ്മളതിൻ്റെ പറഞ്ഞ പോലെ ഓക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞു TQM നടത്താം, നമുക്ക് കൊണ്ടുവരാം, കോൺസെപ്റ്റ് കൊണ്ടുവരാം. പക്ഷേ അതിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജാണ് അല്ലേ. നമ്മൾ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ പ്ലാനിങ് എന്നുള്ളത് ഫസ്റ്റ് ഫേസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ഇംപ്രോപ്പർ ആയാലും എങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. അപ്പോൾ അതാണ് പറയുന്നത് ഇംപ്രോപ്പർ പ്ലാനിങ് എന്നുള്ളത്, ദാറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് ബാരിയറാണ്. പിന്നെ ലാക്ക് ഓഫ് കണ്ടിന്യൂസ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ് TQM എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ചാൻസസും കൊടുത്തിരിക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നില്ല, കൃത്യമായിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല എങ്കിൽ അവിടെ എന്തില്ല, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ അവിടെ എന്തില്ല, നമ്മൾ പറയുന്ന TQM ഇല്ല. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ബാരിയറാണ് ലാക്ക് ഓഫ് കണ്ടിന്യൂസ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ,
നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇൻകമ്പാറ്റബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇൻകമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ യോജിക്കാത്ത, നമ്മൾ TQM കൊണ്ടുവന്നപ്പോൾ അതിനോട് ഒട്ടും യോജിക്കാത്തൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അത് മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്തതായിരിക്കാം, ചിലപ്പോൾ ചിലർ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കില്ല. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാവുന്ന കാര്യമില്ല. അതാണ് പറയുന്നത്. അപ്പം ഇൻകമ്പാറ്റബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഐസൊലേറ്റഡ്. എന്താണ് ഐസൊലേറ്റഡ് എന്ന് പറയണമെങ്കിൽ? ഐസൊലേറ്റഡ് ഐലൻഡ് എന്നൊക്കെ കേട്ടില്ലേ? ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം, അതിനെയൊക്കെ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ട് ഇൻഡിവിജ്വൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോർഡിനേഷനും ഇല്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത കുറേ ഇൻഡിവിജ്വൽസ്, കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനിൽ എന്താണ്? നെവർ തിങ്ക് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് TQM. ഒരു TQM ഇംപ്ലിമെൻറ്റേഷൻ നടക്കില്ല. അങ്ങനെ ഐസൊലേറ്റ് ഓരോരുത്തരും ഒരു തുരുത്താന്ന് നമ്മൾ പറയില്ലേ, ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി കിടക്കുകയാണ്, അവർ തമ്മിലൊരു കണക്റ്റിംഗ് ലിങ്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ TQM നടക്കില്ല. അപ്പോൾ വൺ ഓഫ് ഇറ്റ്സ് ബാരിയർ ആയിട്ട് പറയാം ഇൻകമ്പാറ്റബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറും, അതുപോലെ തന്നെ ഐസൊലേറ്റഡ് എന്ന് പറയണമെങ്കിൽ വിത്തൗട്ട് എനി ലിങ്ക് എന്നുള്ള ഒറ്റപ്പെട്ട് കിടക്കും, അതാണ് ഐസൊലേറ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെ കിടക്കുന്ന ഇൻഡിവിജ്വൽസും അങ്ങനെ കിടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണെങ്കിൽ നെവർ തിങ്ക് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ദി TQM. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ഇൻഎഫക്റ്റീവ് മെഷർമെൻറ്റ് ടെക്നിക്സ് ആൻഡ് ലാക്ക് ഓഫ് ആക്സസ് ടു ഡാറ്റ ആൻഡ് റിസൾട്ട്സ്. നമ്മളവിടെ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് ടെക്നിക്സ് ഇൻഎഫക്റ്റീവ് ആവും. നമ്മളെപ്പോഴും പറയണതാണ് ഏറ്റവും മോസ്റ്റ് എന്താണ് പറയണത്, സ്യൂട്ടബിൾ മെഷർമെൻറ്റ് ടെക്നിക്സുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ എടുത്ത മെഷർമെൻറ്റ് ടെക്നിക്ക് ഇൻഎഫക്റ്റീവാണ്, പിന്നെ അവിടെ നമുക്ക് TQM ഇംപ്ലിമെൻറ്റേഷൻ ഇല്ല. അതുപോലെ തന്നെ അതിന് ആവശ്യമുള്ള ഡാറ്റകളും അതുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ട്സുകളും കിട്ടാതെ വരും. അപ്പോൾ എന്ത് കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഡാറ്റ ആവശ്യമാണ് അല്ലേ? ഡാറ്റ അല്ലെങ്കിൽ ആ ഡാറ്റയിലേക്ക് ആക്സസിബിലിറ്റി ഇല്ലാതിരിക്കാം, അല്ല റിസൾട്ട്സിലേക്ക് നമുക്ക് ആക്സസിബിലിറ്റി ഇല്ലാതിരിക്കാം. അങ്ങനെയൊന്നും വന്നാൽ TQM നടക്കില്ല. അത് കമ്മ്യൂണിക്കേഷൻ നടക്കണം കാര്യം കൃത്യമായിട്ട് അവിടെ. പിന്നെ എന്താണെന്നാണ് പറയുന്നത്? പേയിങ് ഇനാഡിക്വേറ്റ് അറ്റൻഷൻ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കസ്റ്റമേഴ്സ്. ഒരു ഡൗട്ടും ഇല്ല, TQM അവിടെ നടക്കില്ല. TQM-ൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ എക്സ്റ്റേർണൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം. രണ്ട് തരം കസ്റ്റമേഴ്സ്, അതായത് എംപ്ലോയീസ് ഇറ്റ്സെൽഫ് വിൽ ബി ദ കസ്റ്റമേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിന് അതേസമയം എക്സ്റ്റേർണൽ കസ്റ്റമേഴ്സിനും ആവശ്യത്തിന് ആഡക്വേറ്റ് ആയിട്ട്, അതായത് ആവശ്യത്തിനുള്ള അറ്റൻഷൻ കൊടുക്കുന്നില്ല എങ്കിൽ TQM ശരിയാവില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു ബാരിയറാണ്, ഇനാഡക്വേറ്റ് അറ്റൻഷൻ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് പറയണത് എന്താണെന്നാണ് പറയണത്? ഇനാഡിക്വേറ്റ് യൂസ് ഓഫ് എംപവർമെൻറ്റ് ആൻഡ് ടീം വർക്ക്. കൃത്യമായിട്ട് ആളുകൾ എംപ്ലോയീസിനെ ബൂസ്റ്റ് ചെയ്യാതെ ഒരു ടീം വർക്ക് സ്പിരിറ്റ് ഇല്ലാതെ കാര്യങ്ങൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ TQM നോക്കണ്ട. TQM-ലൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ടീം വർക്ക് എന്നുള്ളത്. സോ വെരി മസ്റ്റാണ്. ഒറ്റ ടീമായി നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ടാണ് TQM എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു ടീം വർക്ക് ഇല്ല, അവർക്ക് കൃത്യമായിട്ട് എംപവർമെൻറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ അവിടെ എന്താണ്? TQM ഇല്ല. അപ്പോൾ അതെന്താണ്? ദാറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് ബാരിയർ ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫെയിലിയർ ടു കണ്ടിന്യൂവലി ഇംപ്രൂവ്. TQM-ൻ്റെ അടിവരയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ആ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ നടക്കുന്നില്ല എങ്കിൽ അവിടെ എന്തില്ല? TQM ഇല്ല. അത് നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? വൺ ഓഫ് ദ ബാരിയേഴ്സ് ഓഫ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ബാരിയേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇത് കൃത്യമായിട്ടൊക്കെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ചിലപ്പം TQM-നെ കുറിച്ചുള്ള നോട്ടൊക്കെ എഴുതാൻ വന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് 5 മാർക്സിനാണ് B സെക്ഷൻ വരിക. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കോട്ട് ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. അല്ലാതെ തന്നെ what are the limitations of TQM, what are the barriers to TQM എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇംപ്ലിമെൻറ്റേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് യു ഹാവ് ടു 5 മാർക്സിനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല. പറ്റെങ്കിൽ ഒരു പോയിൻ്റൊക്കെ അതിൻ്റെ ഇറ്റ് ലാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോയിൻ്റാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുവിധം എല്ലാ പോയിൻറ്റ്സുകളും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഐ തിങ്ക് ക്ലാസ് അങ്ങനെ അത്ര വലിയ നീണ്ടു പോയിട്ടില്ല. വിത്തിൻ 45 മിനിറ്റ്സിൽ തന്നെ ഞാനത് ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു.